അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഓലയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ ഓല ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആവാനായി. ഓൾമോസ്റ്റ് 22,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അപ്പോൾ നമ്മളിന്ന് ഓലയുടെ സർവീസ് സെൻറ്ററിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ വണ്ടി നമ്മൾ ഓൾമോസ്റ്റ് ഒരു 89% ചാർജ് ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കി അവിടെ നിന്ന് ഹൈപ്പർ ചാർജിങ് അവിടെ അവൈലബിൾ ആണ്. അതുണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഓലയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓല ഇപ്പോൾ എടുത്തിട്ട് ഓൾമോസ്റ്റ് 22,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അപ്പോൾ കവർ ചെയ്ത് തന്നെ ഇപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ഡേറ്റ് വന്നപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചതാണ്, നിൻ്റെ ഭാഗ്യം, കാരണം നിനക്ക് ഓല എടുത്തിട്ട് ഒരു പണിയും കിട്ടിയില്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്ഡേറ്റ് വന്നപ്പോൾ അപ്ഡേറ്റിന് ശേഷം എനിക്ക് നല്ല പണിയാണ് കിട്ടിയത്. കാരണം വെച്ചാൽ അപ്ഡേറ്റിന് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഫ്ലിക്കറിങ് ആകാൻ തുടങ്ങി. ഡിസ്പ്ലേ ഫ്ലിക്കറിങ് ആകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടൈമിൽ ഓൺ ആയിക്കഴിഞ്ഞാൽ ഫ്ലിക്കറിങ് ആകും. ചില ടൈമിൽ നമ്മൾ പാസ്വേഡ് അടിക്കുമ്പം ഫ്ലിക്കറിങ് ആയിക്കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് സ്റ്റക്കാവും. സ്റ്റക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് തുറക്കാനൊന്നും പറ്റില്ല. പിന്നെയുള്ള 2 ഓപ്ഷനാണ്, റീബൂട്ട് ചെയ്ത് വെയിറ്റ് ചെയ്യുക, പിന്നെയെന്ന് വെച്ചാൽ ഫോണിൽ നിന്ന് അൺലോക്ക് ആക്കുക. ഈ 2 ഓപ്ഷനാണുള്ളത്. പിന്നെ ഒന്ന് വെച്ചാൽ സൈഡ് സ്റ്റാൻഡ് സെൻസർ. സൈഡ് സ്റ്റാൻഡ് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ അത് പാർക്ക് മോഡിലാണുണ്ട്. ബട്ട് വണ്ടി റണ്ണിങ്ങിൽ നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ പാർക്ക് മോഡ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി വെറുതെ വെച്ച് നമ്മൾ അറിയുന്നില്ല വണ്ടി ഓഫായിനോ ഇല്ലയെന്ന്. അത് ഒരു മേജർ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഹൈപ്പർ സർവീസിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എത്രമാത്രം ഗുണമുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ അവിടെ അപ്പോയിൻമെൻ്റ് ഒന്നും ബുക്ക് ചെയ്യില്ല. ബുക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് പോയി നോക്കാം. അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ അവർ വീട്ടിൽ വന്ന് ചെയ്ത് തരുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ണൂർ പോയിട്ട് 2-3 ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ കണ്ണൂരിലെ സർവീസ് സെൻറ്റർ വരുന്നതാ മേലെ ചെവിയിലാണ്. അപ്പോൾ പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 50 മേലെ വണ്ടി ഉണ്ടാവും. 50 മേലെ വണ്ടി നമ്മളിവിടെ വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാലും നമ്മളിവിടെ വണ്ടി എടുത്ത് വെച്ചിട്ട് പോകേണ്ടി വരും. നമുക്ക് പിന്നെ വണ്ടി എപ്പോൾ കിട്ടുന്ന ഒരു പിടിയും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ സർവീസിംഗ് ഒക്കെ വന്നതിന് ശേഷം കൂടിപ്പോയാൽ 10 മിനിറ്റ് നമ്മളിവിടെ കയറി അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം, റീസെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. മാക്സിമം പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടുത്തെ ഓലയുടെ പുതിയൊരു വണ്ടി ഇറങ്ങുന്നുണ്ട്. ഓൾമോസ്റ്റ് 350 കിലോമീറ്റേഴ്സ് റേഞ്ചൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വണ്ടി കിട്ടി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിപ്പോൾ സോഫ്റ്റ്വെയർ ക്ലീൻ ആക്കിയിട്ടുണ്ട്, വണ്ടി ഇപ്പോൾ വാറണ്ടി പീരീഡിലാണ്, ഇനിയും ഇങ്ങനെ ഫ്ലിക്കറിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി തന്നെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സർവീസിംഗ് ഒക്കെ ഇപ്പം അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നല്ല കസ്റ്റമർ ഇൻട്രാക്ഷൻ എല്ലാം ഉണ്ട്. ധൈര്യത്തിൽ പോയിട്ട് ഏത് ടൈം വേണ്ടിയൊക്കെ നമുക്ക് പോയിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെറ്റാക്കി തരും. ഇപ്പോൾ വണ്ടി വെച്ചിട്ട് പോകേണ്ട അവസ്ഥയൊന്നുമില്ല. എനിക്കിപ്പോൾ ഇതിന് മുന്നേ ചാർജർ കത്തിപ്പോയപ്പോൾ ജസ്റ്റ് അവർ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു, വണ്ടി കാണിച്ചു, 5 മിനിറ്റ് കൊണ്ട് ചാർജർ ഇവിടെ വെച്ചു, നമ്മൾ വന്നു. അപ്പോൾ ഇവിടെ ഹൈപ്പർ ചാർജിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഹൈപ്പർ ചാർജിങ് ചെയ്യാനുള്ള ഇതിലാണ് നിന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ആ ഒരു ഫുഡ് കഴിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഹൈപ്പർ ചാർജിങ്ങിന് വെക്കാം വണ്ടി. അപ്പോൾ സർവീസ് സെൻറ്റർ എത്തുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. കുറേ ആളാരല്ലോ പറഞ്ഞിട്ടുള്ളത് കൈ ഇങ്ങനെ ആക്കുന്നുണ്ട്. സൂപ്പറാണല്ലോ, സൂപ്പർ സൂപ്പർ. വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ ഇവിടെ അടുത്ത് വേറെ ഹോട്ടലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഹോട്ടൽ വൈബ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വലിയ വൈബൊന്നും ഉണ്ടായിട്ടില്ല. ഫുഡെല്ലാം ഓക്കെ എന്ന് മാത്രം പറയാം. അതിൻ്റെ അപ്പുറം അത്ര മാരക ഫുഡ് ഒന്നും പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഹൈപ്പർ ചാർജിങ്ങിന് ഏകദേശം 66% കുത്തിവെച്ചു. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ 77, ഓൾമോസ്റ്റ് ഒരു 10% മേലെ കയറിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 15 കിലോമീറ്റേഴ്സ് കിട്ടും നമുക്ക്, അത്രയേ വേണ്ടൂ. ബാക്കി അതിൽ ഓൾമോസ്റ്റ് ചാർജ് ഉണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലം വരെ പോയിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ മൊബൈൽ ഫോൺ ആക്സസറീസ് കിട്ടുന്ന ഷോപ്പിലാണ്. ലൊക്കേഷനിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഐഫോണിൻ്റെ കേസസ്, സിലിക്കണ്, പ്രിൻറ്റഡ്, നോർമൽ, സ്പൈഗൺ കേസസ്, ക്ലിയർ കേസ്, പിന്നെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ആയിക്കോട്ടെ ഏത് ഫോണിൻ്റെതും കിട്ടും. പിന്നെ സ്ക്രീൻ ഗാർഡ് ആയിക്കോട്ടെ, മാറ്റ്, ഗ്ലാസ്, പ്രൈവസി, പിന്നെ ഐഫോണിൻ്റെ OG ചാർജേഴ്സ് ഉണ്ട്, പിന്നെ ഐഫോണിൻ്റെ ചാർജർ കവേഴ്സ് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുന്ന് ഒരു 7 to 8 കവേഴ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് 7 to 8 കവേഴ്സും ഒരു സ്ക്രീൻ ഗാർഡും അടക്കം എനിക്കായത് ഒരു 600 റുപ്പീസാണ്. അപ്പോൾ ഈ സ്ഥലം വരുന്നത്
നമ്മുടെ കണ്ണൂർ സിറ്റി സെൻറ്റർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഒരു VK കോംപ്ലക്സ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒലൈ എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടെ കുറേ മൊബൈൽ ഷോപ്പ് ഉണ്ട്. ഇവിടെ ഒലയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷനും ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നത്. അപ്പോൾ കണ്ണൂർ വരുന്നവരൊന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമ്മളിപ്പോൾ ഉള്ളത്, നിങ്ങൾക്ക് ഈ സ്ഥലം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇവിടെ സ്പെയർസും കാര്യങ്ങളും അവൈലബിൾ ആണ് പഴയ വണ്ടിയുടെ. നിങ്ങൾക്ക് സെന്നിൻ്റെ ആയിക്കോട്ടെ സിറ്റിയുടെ ആയിക്കോട്ടെ ഏതിൻ്റെ ആയിക്കഴിഞ്ഞാലും ഫ്രഷോ യൂസ്ഡോ ബമ്പേഴ്സും കാര്യങ്ങളും മിറേഴ്സ് ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാർബണിൻ്റെ എന്തെങ്കിലും സ്പെയർ കിട്ടുമോ നോക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ട്, പവർ ചേഞ്ച് മൊഡ്യൂൾ. നല്ല ചെറിയ റേറ്റിലാട്ടോ ഇവർ സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മളെ കണ്ണൂരിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റിട്ടേൺ വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ കണ്ണൂരിലെ ചൂടിനെ പറ്റി പറയണ്ടല്ലോ, നമുക്കൊരു ഇളനീര് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ നിർത്തി. ഇളനീര് കഴിച്ചു. കിട്ടിയത് നല്ല മോശം ഇളനീര്, നല്ല വയറ് നല്ല പണിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.